പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ നടിയാണ് ലിജോ മോൾ. ഇതിനോടകം തന്നെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ ലിജോ മോൾ അമ്പരപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അപൂർവമായി ലിജോ മോൾ സംസാരിക്കാറുള്ളൂ. താൻ വിവാഹിതയാണെന്ന് പലർക്കും അറിയില്ലെന്നാണ് ലിജോ മോൾ പറയുന്നത്. ജീവിതത്തിൽ കടന്നു വന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിജോ മോൾ ഇപ്പോൾ. നടിയുടെ കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതാണ്. അമ്മ രണ്ടാമത് വിവാഹം ചെയ്തു. കുട്ടിക്കാലത്ത് ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങളെക്കുറിച്ചാണ് ലിജോ മോൾ തൻ്റെ പുതിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതാണ്. അമ്മ അന്ന് 3 മാസം ഗർഭിണിയായിരുന്നു. എൻ്റെ ലൈഫിൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഉണ്ടായിട്ടില്ല. 10 വയസ്സ് വരെ അങ്ങനെ തന്നെയാണ് പോയത്. പിന്നീടാണ് ഇച്ചാച്ചൻ വരുന്നത്. രണ്ടാനച്ഛൻ എന്ന് പറയാൻ താല്പര്യമില്ല. അനിയത്തിക്ക് അന്ന് 8 വയസ്സാണ്. അമ്മയുടെ രണ്ടാം വിവാഹം ഉൾക്കൊള്ളാൻ തനിക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന് ലിജോ മോൾ പറയുന്നു. അതിനു മുമ്പേ ഞാനും എൻ്റെ അമ്മയും തമ്മിൽ കുറച്ച് അകൽച്ചയുണ്ട്. ഞാൻ വല്യമ്മച്ചിയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. സ്കൂൾ വിട്ട് വന്നാൽ പഠിപ്പിക്കുന്നത് അമ്മയാണ്, പക്ഷേ ഉറങ്ങുന്നത് വല്യമ്മച്ചിയുടെ കൂടെയാണ്. ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും വരുന്നത്. അമ്മ ട്രാൻസ്ഫർ വാങ്ങി പുതിയൊരു സ്ഥലത്തേക്ക് വന്നു. അമ്മ രണ്ടാമത് വിവാഹം ചെയ്തതിൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കസിൻസും ആൻറ്റിയും അങ്കിളും ഒന്നും മിണ്ടാറില്ല. വെക്കേഷൻ സമയത്ത് എവിടെയും പോകില്ല. അത്രയും കാലം ക്ലോസ് ആയിരുന്ന ചേട്ടായിമാരും ചേച്ചിമാരും മിണ്ടുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും. വേറെ എവിടെയും പോകാനില്ല, വരാനില്ല. അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. ടീനേജ് കാലത്ത് അമ്മയോട് എന്തെങ്കിലും പങ്കുവെക്കാൻ മടി തുടങ്ങി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ അറിയുമെന്ന ചിന്ത. അമ്മ തിരക്കിലായിരുന്നു. സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അമ്മ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നല്ല, പക്ഷേ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അമ്മ സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളല്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പറയാതെയുണ്ടായിട്ടുണ്ട്. ഈയടുത്ത് ഒരു സിനിമ ചെയ്തപ്പോഴാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല. ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം ചെയ്തു, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി. ഇച്ചാച്ചനെയും അമ്മയും ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നു. അവർക്ക് വേറെ കുട്ടികൾ വേണ്ടെന്നവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ കൗമാരകാലത്ത് തനിക്കവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ലിജോ മോൾ തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ മരണകാരണം പോലും ഇപ്പോഴും തനിക്ക് അറിയില്ലെന്നും അച്ഛനെക്കുറിച്ചുള്ള അമ്മയുടെ വെർഷൻ എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും ലിജോ മോൾ പറയുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്കും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരിക്കില്ല എന്നാണ്. എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നതിൽ എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അടുത്തിടെ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഓപ്പൺ ടോക്കിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഞാനും എൻ്റെ അനുജത്തിയും വളരെ ചെറിയ കുട്ടികളായിരുന്നത് കൊണ്ട് അമ്മയ്ക്കത് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറേ കാര്യങ്ങൾ ഇരുന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള അനിയത്തിയുടെ അടുത്തായിരുന്നു. അനിയത്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റീവ് സിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ ഒരു ഫാമിലിയായി. ഇത്രയും കാലം കഴിഞ്ഞിനി ഞാൻ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്നതായിരുന്നു എൻ്റെ കൺസേൺ. ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പലരും പറഞ്ഞ പലരുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഇമേജാണ് എനിക്കെൻ്റെ അച്ഛനെക്കുറിച്ചുള്ളത്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛനെക്കുറിച്ചുള്ള അമ്മയുടെ വെർഷൻ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഇതെനിക്ക് ചോദിക്കണം, അറിയണമെന്ന് തോന്നിയ പ്രായത്തിൽ എനിക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ കാര്യം അമ്മയ്ക്കൊരു ഹസ്ബൻഡുണ്ട് എന്നതായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമമാകുമോ എന്നതായിരുന്നു എൻ്റെ കൺസേൺ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നും ലിജോ മോൾ പറയുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്നും ഇച്ചാച്ചൻ എത്ര സപ്പോർട്ടീവായിട്ടാണ് ഈ മൊമെൻ്റ് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്ത് ആ സമയത്ത് എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതിരുന്നതിനെക്കുറിച്ചാണെന്നും ലിജോ മോൾ പറയുന്നു. ഇടുക്കി പീരുമേട്ടിൽ ജനിച്ച് പോണ്ടിച്ചേരി സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ലിജോ മോളുടെ മനസ്സിൽ ഒരിക്കലും സിനിമ എന്ന സ്വപ്നമുണ്ടായിരുന്നില്ല. ലിജോ മോളോട് പറയാതെയാണ് കൂട്ടുകാരി മഹേഷിൻ്റെ പ്രതികാരം സിനിമയുടെ ഓഡീഷന് ഫോട്ടോ അയച്ചു കൊടുത്തത്. തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരനും സംവിധായകൻ ദിലീഷ് പോത്തനും ഓക്കെ പറഞ്ഞതോടെ സിനിമയുടെ ഭാഗമായി. സംവിധായകൻ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്തു എന്നല്ലാതെ സിനിമാ അഭിനയത്തിൻ്റെ ABCD പോലും അന്ന് അറിയില്ലായിരുന്നുവെന്ന് ലിജോ മോൾ ഓർമ്മിക്കുന്നു. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഹണീബി, സ്ട്രീറ്റ് ലൈറ്റ്സ് തുടങ്ങിയ ചിത്രത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശേഷം
സിവപ്പ് മഞ്ഞൾ പച്ച എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലെ അരങ്ങേറ്റം. മലയാളത്തിൽ പൊന്മാനാണ് ലിജോ മോളുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ബേസിൽ ജോസഫ് നായകനായെത്തിയ സിനിമ മികച്ച വിജയം നേടി. തമിഴിൽ ജെന്റിൽ വുമൺ എന്ന സിനിമയിലെ നടിയുടെ പ്രകടനവും കയ്യടി നേടി. കരിയറിൽ തുടർച്ച മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് ലിജോ മോൾ. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലൂടെയാണ് ലിജോ മോൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ജയ് ഭീം എന്ന തമിഴ് ചിത്രമാണ് നടിയുടെ കരിയറിൽ വഴിത്തിരിവാകുന്നത്. സൂര്യയ്ക്കൊപ്പം ജയ് ഭീമിൽ ലിജോ മോളും തകർത്തഭിനയിച്ചപ്പോൾ ചിത്രം കണ്ടവരുടെ മനസ്സും കണ്ണും നിറഞ്ഞിട്ടുണ്ടാകും. ആ ചിത്രത്തിലെ കഥാപാത്രം ആകാൻ ലിജോ മോൾ എടുത്ത തയ്യാറെടുപ്പുകൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനോടകം താരം തന്നെ പല അഭിമുഖങ്ങളിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഭർത്താവിനെ തേടിയിറങ്ങുന്ന ഇരുള വിഭാഗത്തിൽപ്പെടുന്ന സെങ്കിണി എന്ന യുവതിയുടെ വേഷത്തിലാണ് ലിജോ മോൾ എത്തിയത്. ജയ് ഭീം സിനിമയോട് തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു. ജയ് ഭീമിൻ്റെ സംവിധായകൻ ജ്ഞാനവേൽ സാർ എൻ്റെ പേരായി ചെയ്ത മണികണ്ഠൻ എന്നിവർ എനിക്ക് വളരെ ക്ലോസ് ആണ്. സിനിമാക്കാരല്ല, അവർ എനിക്ക് ഫാമിലിയാണ്. ഞാനൊരു ടീമിൻ്റെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ചിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഷൂട്ടിന് മുമ്പ് 1 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ആകുക എന്നത് ഞങ്ങൾക്ക് വലിയ ടാസ്ക് ആയിരുന്നു. എനിക്കൊട്ടും അറിയാത്ത ആളുകളും ഭാഷയുമാണ്. ആ ക്യാരക്ടറിലേക്ക് ഞാൻ എത്തുകയെന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുവേണ്ടി 1 മാസം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ട്രെയിനർ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. ഞാൻ മണികണ്ഠനെ മണികണ്ഠനായി കാണാൻ പാടില്ല. ഞാൻ സെങ്കിണിയും മണികണ്ഠൻ രാജാക്കണ്ണുമാണ്. അങ്ങനെ തന്നെ വിചാരിക്കാവൂ. നിങ്ങൾ എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തതിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞങ്ങൾക്കത് പറഞ്ഞു തരികയും ചെയ്തു. രാജാക്കണ്ണിൻ്റെ കഥാപാത്രം പാമ്പ് പിടുത്തവുമായി നടക്കുന്ന ആളാണ്. അങ്ങനെ ഒരു മൊമെൻറ്റിൽ പുള്ളിയെ കണ്ട് എനിക്കിഷ്ടം തോന്നുകയും ഫാമിലിയുടെ എതിർപ്പ് അവഗണിച്ച് കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായി എന്നായിരുന്നു ബാക്ക് സ്റ്റോറി. ഷൂട്ടിന് മുമ്പേ എനിക്ക് മണികണ്ഠൻ മാറി രാജാക്കണ്ണനായി. എൻ്റെ ആരോ ആണെന്ന തോന്നൽ വന്നു. മണികണ്ഠൻ്റെ ഷൂട്ട് കഴിഞ്ഞാണ് സൂര്യ സാറിനൊപ്പമുള്ള ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് മിസ്സ് ചെയ്യാൻ തുടങ്ങി. മിസ്സ് ചെയ്യുന്നത് ഞാൻ മെസ്സേജ് അയച്ചു. സീനുകൾ സഹായകരമാകില്ലേ എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് 1.5 മാസം മുമ്പ് ഫുൾ ടൈം ഒരുമിച്ചാണ്. ഉറങ്ങാൻ പോകുമ്പോൾ മാത്രമാണ് സെപ്പറേറ്റ് ആകുന്നത്. അതുവരെയും ഭാര്യയും ഭർത്താവുമായാണ് നിന്നത്. പെട്ടെന്ന് ആൾ ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോൾ മിസ് ചെയ്തു. അന്ന് തൊട്ട് മണികണ്ഠൻ എന്ന വ്യക്തി എനിക്ക് വെറും ഒരു ആക്ടറല്ല, ശരിക്കും എൻ്റെ ഫാമിലിയായി. സംവിധായകനോടും അതേ ആത്മബന്ധമുണ്ടെന്നും ലിജോ മോൾ പറയുന്നു. മാത്രമല്ല, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് 1.5 മാസം ഇരുള വിഭാഗക്കാർ താമസിക്കുന്ന ഊരുകളിൽ പോയി താമസിച്ച് അവരുടെ ജീവിത രീതികൾ കണ്ടു പഠിച്ചുവെന്നും ലിജോ മോൾ പറഞ്ഞിരുന്നു. 1.5 മാസത്തോളം അവർക്കൊപ്പം ചെരുപ്പില്ലാതെ സഞ്ചരിച്ചു. അവരെപ്പോലെ തമിഴ് സംസാരിക്കാനും സാരി ഉടുത്ത് വേഗത്തിൽ നടക്കാനും പെരുമാറാനും പഠിച്ചതിനു ശേഷമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയത്. അഭിനയം എന്നത് കേവലം ആക്ഷനും കട്ടിനും ഇടയിലുള്ള ഷോട്ടുകൾ മാത്രമല്ലെന്നും ഒട്ടേറെ ഹോംവർക്ക് ആവശ്യമുള്ളതാണെന്നും ലിജോ മോൾ പറയുന്നു.